നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിസ്ഥാനമായി വേണ്ട ഉപാസനകളും കർമ്മങ്ങളും പകർന്നു തരുവാനുള്ള സാഹചര്യങ്ങളില്ല. തീർച്ചയായിട്ടും ഇല്ല. ഹിന്ദു സമൂഹം അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഹിന്ദു സമൂഹമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയത്തിൽ ലവലേശം വിട്ടുവീഴ്ച ചെയ്യാതെ ഇസ്ലാമിക ക്രിസ്തീയ സമൂഹങ്ങൾ ഇവിടെ നിലകൊണ്ടിട്ടുണ്ട്. അവര് മതപഠന ക്ലാസ്സുകൾ, മദ്രസകൾ, ദർസുകൾ, സൺഡേ ക്ലാസ്സുകൾ തുടങ്ങിയവയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരെ അതിൽ അഭിനന്ദിക്കണം. എന്നാൽ ഹിന്ദു എന്ന് പറയുന്നവനോ ഇതിനെയൊക്കെ ആദ്യം തന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തീർത്തും അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ഈ വിഷയത്തിൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്നുണ്ട്. ആരാണ് കുറ്റക്കാര്? നമ്മളാണ് കുറ്റക്കാര്. ആരാണ് തിരുത്തേണ്ടത്? നമ്മളാണ് തിരുത്തേണ്ടത്. വേറെ ആരെയും കുറ്റം പറയരുത്. ഇത് നമ്മൾ ഒത്തുകൂടുന്ന ഫെബ്രുവരി മാസം, കഴിഞ്ഞ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ജനുവരി, അതായത് ഒരു വർഷം മുമ്പ് ഉണ്ടായൊരു സംഭവമാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഒരു ഗ്രാമം, ഒരു സുഗ്രാമം, അവിടെ വളരെ പ്രാചീനമായി ക്ഷയിച്ച് കിടന്ന ഒരു ക്ഷേത്ര സങ്കേതം ജനങ്ങൾ ഒത്തൊരുമിച്ച് പുനരുദ്ധരിക്കാനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. പല പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയി. ഏതായാലും അവർ ആ പുനരുദ്ധാരണത്തിൻ്റെ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആ പ്രവർത്തകർ ആശ്രമത്തിൽ വന്നു. സ്വാമി ഇത്രാം തീയതി ഒന്ന് വരണം ക്ഷേത്രത്തിൽ. ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞ സമയമൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ആദ്യം നോക്കിയത് സന്ധ്യയ്ക്കാണ്, വയ്യ. എന്നാൽ സന്ധ്യയ്ക്ക് തീരുന്ന പോലെ വയ്യ. എന്നാലും രാവിലെ ഒരു 10 മണിക്ക് വയ്യ. അപ്പം നമ്മൾ വേറെ തിരക്കിലാണ്. അപ്പം അവർ സ്വാമി എപ്പോഴാണെങ്കിൽ വരും, ഒന്ന് കാല് വെക്കണം അവിടെ, അത്രയും വേണ്ട ഞങ്ങൾക്ക്. അവൻ നോക്കിയപ്പോൾ രാവിലെ 5:30 വന്നാലോ? ഓ, അത് മതി സ്വാമി, സന്തോഷം. അങ്ങനെ നമ്മൾ ആശ്രമത്തിൽ പോയി. ഞാൻ വിചാരിക്കുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി 1-2 പേരുണ്ടാവുന്ന. രാവിലെ 5:30 ചെന്ന് നോക്കിയപ്പോൾ 10-700 പേരുണ്ട്. സന്യാസിയെ സ്വീകരിക്കാൻ തയ്യാറായി ഇരിക്കുക. 700-ലധികം പേര്. ശരി, അവിടെ അല്പം ചെറുതൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു 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 400-ലധികവും അമ്മമാരാണ്, സ്ത്രീദേഹങ്ങളാണ്. അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, 2-നും നിങ്ങൾ ഉത്തരം പറയണം. തയ്യാറല്ലേ? എല്ലാവരും പറഞ്ഞു തയ്യാറാണ്. ഒന്നാമത്തെ ചോദ്യം വളരെ ലളിതമാണ്. ഈ ഇരിക്കുന്ന അമ്മമാരിൽ എന്തുകൊണ്ട് സ്വാമി അമ്മമാരെ മാത്രം വേർതിരിച്ചു എന്നാണെങ്കിൽ, അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ഗുരു, അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം. അതുകൊണ്ടാണ്. അല്ലാണ്ട് പുരുഷന്മാരോട് അവഗണനയോ അവജ്ഞയോ ഉണ്ടായിട്ടല്ല. ഈ ഇരിക്കുന്ന അമ്മമാരിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞവരോടാണ് ചോദ്യം. നിങ്ങൾ കൊച്ചു കുട്ടികളായ സമയത്ത് എത്ര പേര് അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് ധാർമ്മിക പ്രബോധനം നൽകുന്ന കഥകൾ കേട്ട് വളർന്നിട്ടുണ്ട്? 300-400 പേര് കൈപൊന്തിച്ചു. എന്നുവെച്ചാൽ അർത്ഥം, ഞങ്ങൾ കൊച്ചു കുട്ടിയാവുമ്പോൾ മുതിർന്നവരിൽ നിന്ന് ധാർമ്മിക കഥകൾ കേട്ടിട്ടാണ് വളർന്നത്. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മന്ത്രം ചൊല്ലി കേൾപ്പിച്ച ശേഷമേ 2ാമത്തെ ചോദ്യം ചോദിക്കൂ. മന്ത്രം ഇതാണ് എന്ന് പറഞ്ഞ പ്രശ്നോപനിഷത്തിലെ ഒരു മന്ത്രമാണ് അവർക്ക് ചൊല്ലി കേൾപ്പിച്ചത്. സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നൃതമഭിവദതി. ആരാണോ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകുന്ന. അർത്ഥം മനസ്സിലായില്ലോ? കൊമ്പുണങ്ങും, 2ാമതും തെഴുക്കാം. ശാഖ ഉണങ്ങിയാൽ 2ാമതും തെഴുക്കാം. എന്തിന്? മുഖ്യ കാണ്ഡം ഉണങ്ങിയാൽ പോലും 2ാമതും തെഴുക്കാം. പക്ഷെ വേരോടുകൂടെ ഉണങ്ങിയാലോ പിന്നെ തഴുക്കില്ല. അതാണ്.
അപ്പൊ ആരാണോ ജീവിതത്തിൽ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകും. ഇതാണ് മന്ത്രം. ഇനി ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ അമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് കേട്ട നിങ്ങൾ എത്ര പേര് പുതിയ തലമുറയ്ക്ക് ദിവസവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അവിടെ ഉയർന്ന കൈകൾ 3 കൈകളാണ്. ഒരുപക്ഷെ ഈ മന്ത്രം ചൊല്ലി കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ 400 കൈകളും ഉയരുമായിരുന്നോ? എനിക്കറിയില്ല. അറിയാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയില്ല. പക്ഷെ ഈ മന്ത്രം ചൊല്ലി കേൾപ്പിച്ചത് കൊണ്ട് അയ്യോ കള്ളം പറഞ്ഞോടല്ലോ, എന്തായി? 3 കൈയാ പൊന്തിയത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെ ഇരിക്കുന്നു? അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് ധർമ്മപാഠം കേട്ട് വളർന്ന ഒരമ്മ 400 അമ്മമാരിൽ നിന്ന് 3 പേരാണ് അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. 1% പോലും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ധാർമ്മികമായിട്ട് ഉയരാനാണ്? ചിന്തിക്കും. അതുകൊണ്ട് തെറ്റ് നമ്മുടേതാണ്. തിരുത്തേണ്ടത് നിസ്സംശയം പറയാൻ നമ്മളാണ്. ഹിന്ദു സമൂഹം അതിന് ദുരന്തം അനുഭവിക്കുന്നത്. എന്താണ് പരിഹാരമായി ഉപദേശിക്കാനുള്ളത്? പരിഹാരം ഒന്ന് മാത്രം. മറ്റാരിലേക്കും നോക്കണ്ട, മറ്റാരെയും കുറ്റം പറയണ്ട. പകരം നമ്മുടെ ഗൃഹങ്ങളാവുക. നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യേണ്ടുന്ന ധാർമ്മിക ആചരണങ്ങൾ നമ്മൾ പുലർത്തുക. അവൻ ചെയ്യുന്നുണ്ടോ, അവൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ട, ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ദിവസവും അച്ഛനമ്മമാര് സന്ധ്യാസമയത്തെങ്കിലും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നത് കുട്ടികൾ കാണണം. ദിവസവും നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും നമ്മുടെ കുട്ടികൾ കാണണം. ദിവസവും നമ്മൾ മറ്റു ജന്തുക്കളെ സ്നേഹിക്കുന്നതും നമ്മളാൽ കഴിയുന്ന പങ്ക് സമർപ്പിക്കുന്നതും നമ്മുടെ കുട്ടികൾ കാണണം. ദിവസവും നമ്മുടെ വീടുകളിൽ അല്പമെങ്കിലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക എന്നുള്ളതും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളതും ഉണ്ടാവണം. ദിവസവും നമ്മൾ അല്പമെങ്കിലും ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സേവ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. വലിയ വലിയ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാതെ, ഉപദേശിക്കണം ആദ്യം നിർത്തുക. കുട്ടികൾ മടുത്തിരിക്കുക ഉപദേശങ്ങൾ കേട്ടിട്ട്. അമ്മേൻ്റെ വക ഉപദേശം, അച്ഛൻ്റെ വക ഉപദേശം, അവൻ്റെ വക, ഇവൻ്റെ വക. എന്നാൽ ഉപദേശിക്കണം, വല്ലതും ചെയ്യുന്നുണ്ടോ? അതൊട്ടില്ലേ. അത് കുട്ടികളെ ഉപദേശിക്കണം, ദയവ് ഇത് നിർത്തുക, ചെയ്ത് കാണിക്കുക, മാതൃക കാണിക്കുക. എങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം.